ഇന്ത്യയ്ക്കുള്ള പിഴ തീരുവയെ ന്യായീകരിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ ഉപദേഷ്ടാവ് പീറ്റർ നവാറോ. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി മറിച്ചുവിറ്റ് ലാഭം കൊയ്യുന്നുവെന്ന് ഇന്ത്യയെ കുറ്റപ്പെടുത്തിയ അദ്ദേഹം റഷ്യയുമായും ചൈനയുമായും ഇന്ത്യ അടുക്കാൻ നോക്കുന്നെന്നും കുറ്റപ്പെടുത്തി. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ നിർത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഫിനാൻഷ്യൽ ടൈംസിലായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. അമേരിക്കയുടെ പങ്കാളിയായി കണക്കാക്കണമെങ്കിൽ ഇന്ത്യ ഈ നിലയിൽ പ്രവർത്തിച്ചു തുടങ്ങണം. റഷ്യൻ എണ്ണയുടെ ആഗോള ക്ലിയറിംഗ് ഹൌസായാണ് ഇന്ത്യ പ്രവർത്തിക്കുന്നത്. റഷ്യയുടെ ക്രൂഡ് ഓയിലിന് ലോകരാഷ്ട്രങ്ങൾ ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ അതിനെ ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നമാക്കി കയറ്റുമതിയിലൂടെ ലാഭം കൊയ്യുകയാണ് ഇന്ത്യ ചെയ്തത്. പകരം റഷ്യയ്ക്ക് ഡോളർ നൽകുകയും ചെയ്തു. ഇത് അവസരവാദപരമായ നിലപാടാണെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ ഉപദേഷ്ടാവ് പീറ്റർ നവാറോ കുറ്റപ്പെടുത്തി. യുഎസും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ ഈ മാസം അവസാനം ദില്ലിയിൽ നടക്കുന്നുണ്ട്. ഇതിന് മുന്നോടിയായാണ് പീറ്റർ നവാറോയുടെ വിമർശനം. ഈ മാസം ആദ്യമാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക 25% അധിക തീരുവ പ്രഖ്യാപിച്ചത്. ഇതോടെ മൊത്തം നികുതി 50% ഉയർന്നിരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്നാണ് റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിലിന് വിലക്കേർപ്പെടുത്തിയത്. യുഎസിന്റെയും യൂറോപ്യൻ യൂണിയന്റെയും വിമർശനങ്ങൾക്കിടയിലും ഇന്ത്യ റഷ്യയുമായി എണ്ണ ഇടപാട് തുടർന്നു. യൂറോപ്പിൽ നിന്നുള്ള പരമ്പരാഗത സാധനങ്ങൾ വഴിതിരിച്ചു വിട്ടതിനാലാണ് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുവാൻ തുടങ്ങിയതെന്നാണ് ഇന്ത്യയുടെ വിശദീകരണം. ഇന്ത്യയെ വിമർശിക്കുന്ന രാജ്യങ്ങൾ പോലും റഷ്യയുമായി വ്യാപാരത്തിൽ ഏർപ്പെടുന്നുണ്ട്. ആഗോള ഊർജ്ജ വിപണികളിൽ വിലസ്ഥിരത നിലനിർത്തിക്കൊണ്ട് എണ്ണ വിൽപ്പനയിൽ നിന്നുള്ള റഷ്യയുടെ വരുമാനം പരിമിതപ്പെടുത്താനായിരുന്നു ലോകരാഷ്ട്രങ്ങളുടെ ശ്രമം.